ഹലോ ഗൈസ് അപ്പം നമ്മൾ വലിയൊരു പോസ്റ്റ് പണ്ടാരം കൊണ്ടുള്ളവർ വരുന്നു. ഹലോ ഗൈസ്, നമ്മൾ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിട്ട് പോസ്റ്റായിട്ടിരിക്കുകയാണ്. വീട്ടിൽ പോസ്റ്റായിട്ടിരുന്നത് അവനെ വിളിച്ച് ഏതോ ഒരു ഒരുമിച്ച് പോസ്റ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം എങ്ങനെ തള്ളി നീക്കാതിനെ പറ്റി ചർച്ചയിലാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്തെങ്കിലും ആവുകയാണെങ്കിൽ ബാക്കി അപ്പം കാണാം. ലക്ഷറി ലൈഫാണ് ഗൈസ്. കാല് വെക്കാനുണ്ട് സ്ഥലം, എല്ലാം ഉണ്ട്. ഇതിന് ക്യാമറ തിരിക്കാണ്. സുഖ ജീവിതം. വണ്ടി നാളെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യുമെന്ന് അറിയുന്നില്ല. വീട്ടിൽ പോകണം. പക്ഷേ 5:30 വരെ സമയമുണ്ട്. അല്ല 5:30 വരെ അല്ല, ഇഷ്ടം പോലെ സമയമുണ്ട്. പക്ഷെ എത്ര നേരം എങ്ങനെ നമ്മൾ തള്ളി നീക്കും ആലോചിക്കാം. അരമണിക്കൂറത്തെ ആലോചനകൾക്ക് ശേഷം തിരിച്ച് വാഗമണ്ണിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. അതാകുമ്പോൾ നമുക്ക് അവിടെ ഞങ്ങൾ കംഫർട്ടാണ്. എങ്ങോട്ട് ഇരുന്നാൽ ഞങ്ങൾക്ക് വണ്ടി കിട്ടും, എവിടെ പോയാലും പരിചയക്കാരുണ്ട്. പക്ഷെ ഇന്ന് നമ്മളിങ്ങനെ മഴയുള്ള ദിവസം കയ്യിൽ പൈസ ഇല്ലാണ്ട് ദൂരമൊന്നും പോകാൻ പാടില്ല, സത്യം. അപ്പം വാണ്ണു പോവാം. പക്ഷേ സംബന്ധം വെച്ചാൽ ഇപ്പം അങ്ങോട്ടുള്ളൊരു 3 ബസ്, അതല്ലാണ്ട് പേട്ടവരുള്ളൊരു 4 ബസ് ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ പോയി. ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചതിക്ക് ഉടനെ ബസ്സൊന്നും കാണിയല്ല. നമ്മൾ ഇനി ബസ് നോക്കിയിരിക്കാൻ പോവാം. പുതിയ പ്ലാൻ കിട്ടിയിട്ടുണ്ട്. എന്താ പ്ലാൻ? പക്ഷെ ബസ് വരുന്നില്ല. അമ്മ, അപ്പം അത് അച്ഛൻ. അച്ഛനല്ല, പക്ഷെ ആരോ അപ്പം മന്തി കഴിച്ചിട്ട് കൊണ്ടുപോകാൻ നോക്കും. ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ മന്തി കഴിക്കാവുള്ളൂ. എല്ലാ ദിവസം മന്തിയൊന്നും കഴിക്കാൻ പാടില്ല. അതിപ്പോൾ എന്തിനാ പറഞ്ഞാൽ എനിക്കറിയില്ല, എന്നാലും കുഴപ്പമില്ല, കഴിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ മന്തിക്കട, നമ്മുടെ കൂട്ടുകാരൻ്റെ കടയാണ്. പക്ഷെ അതിൻ്റെ ഒരു വിലയും കാണിയല്ല, എന്നാലും ഞാൻ ഇവിടുത്തെ മന്തി ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്, എന്നാലും മനുഷ്യനെ പറ്റിക്കാൻ കൊണ്ടുതരുന്ന സാധനം. നമ്മൾ രണ്ടാഴ്ച ചോദിച്ചെന്ന് അറിയാം. എന്നെ കണ്ടാൽ അറിയുന്നു മൈനസ് കുടിക്കുമെന്ന്. ഞങ്ങൾ ഏറ്റുമാനൊരു കട ഇപ്പം അവൻ ഇത്ര ഉണ്ട്, എപ്പോഴേക്കകത്ത് മൈനസ് ലാസ്റ്റ് ഞങ്ങൾ ചേട്ടാ വലിയ പാത്രമൊന്നും ഇല്ലെന്ന് ചോദിച്ചു. പ്രതികരണ ശേഷിയുള്ള യുവത്വം. ഇല്ല, ഞാൻ ചോദിച്ചില്ല, എനിക്ക് മടിയായിരുന്നു. ഞാൻ ഇങ്ങോട്ടാ ഐ കോണ്ടാക്ട് കിട്ടിയില്ല. ആദ്യം ചോദിച്ചല്ല. മന്തി കഴിച്ചിട്ടിറങ്ങി. മറ്റേ സോഷ്യൽ ആൻസൈറ്റി ഒട്ടുമില്ലാത്തതുകൊണ്ട് ആൾക്കാരൊക്കെ നോക്കുമ്പോൾ എന്തോ പോലെ. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ നടന്ന് KSRTC തന്നെ വരെ പോയിട്ട് അവിടെ നിന്ന് അടുത്ത ബസ് കയറി വീട്ടിൽ പോകണോ, അതോ ഈ രാറ്റുപേട്ടയുടെ നഗരവീഥികളിലൂടെ അത്രയൊക്കെ ഉള്ളൂ. എന്നാ നോക്കട്ടെ. എനിക്ക് വല്ലാത്തൊരു ഡൗട്ടായി, ആൾക്കാരൊക്കെ റിച്ച് ആവുന്നതാണോ അതോ ഈ ലക്ഷറി വണ്ടികളുടെയൊക്കെ വില കുറയുന്നതാണോ? എവിടെ നോക്കിയാലും റേഞ്ച് റോവറും BMW ഒക്കെ ഇത് പറഞ്ഞു. അതെ, ഞങ്ങൾ നടന്ന് കണ്ടോ വേർത്ത് മടുത്ത് KSRTC സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാനുള്ള ബസ് നോക്കിയിരിക്കാം. എല്ലാ ദിവസവും ബൈക്കിൽ പോയിട്ട് ഇങ്ങനെ ബസ് നോക്കിയിരിക്കുമ്പോൾ നല്ല സങ്കടം ഉണ്ടാകും. പക്ഷെ ഞങ്ങൾ കോളേജിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ബൈക്കിനല്ലായിരുന്നു, ബസ്സിനായിരുന്നു. ആദ്യത്തെ ഒരു വർഷം ഞാനെന്തായാലും ഫസ്റ്റ് കാണുന്നത് ഇവിടെ വെച്ചാ ബസ് വെച്ചാ. അത് കഴിഞ്ഞ് ഇവിടെ വെച്ചും കണ്ട സംസാരിക്കാൻ ഇതല്ലേ 3-4 വർഷം ഒന്ന് ഒറ്റ അടിക്ക് പോയി. ഇരുന്നിരുന്ന് ഇവിടെ 1 മണിക്കൂർ ഇരുന്നിട്ടും ബസ് വരുന്നില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ജലദോഷവും പിടിച്ചു. നല്ല രസമുണ്ട്. 1.5 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ബസ് വന്നിരിക്കുന്നു. എത്ര ബസ് പോയിട്ടാണ്? ഒരെണ്ണം ഒക്കെ ഉള്ളു. പിന്നുള്ള ഫാസ്റ്റ് ആയിരുന്നു, അത് ഇഷ്ടമല്ല. സൈഡ് സീറ്റ് തന്നില്ല. അതെ, തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷെ ബസ് കയറി എടുക്കാൻ പറ്റില്ല, ഉറങ്ങിപ്പോയി. വർഷങ്ങൾക്ക് ശേഷം ബസ്സിൽ കയറി കൊണ്ടുവന്നത്. പറയുമ്പോ പറയാലോ, മാസങ്ങളെ. എല്ലാരും കണ്ടോ പുതിയ ആലപ്പുഴ ബസ്. അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എന്തിനു വേണ്ടി എടുത്തൊരു വ്ളോഗായിപ്പോയി. ഓ
ശരിയാണ്, ജലദോഷം പിടിച്ചെന്നാ തോന്നുന്നത്. അപ്പം അത്ര ഉള്ളൂ ഗൈസ്, നമ്മുടെ സെക്കൻഡ് വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ബൈ. ഒരു ബൈ പറയാവോ? ബൈ ബൈ പറ.